ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ചായക്കടയിലെ ഉണ്ടംപൊരിയാണ്. നമുക്ക് എല്ലാവർക്കും പഴയകാല പലഹാരമാണ്. പണ്ടൊക്കെ ചായക്കടയിൽ ഇപ്പോഴും ഉള്ളതാണ്. എല്ലാ കാലത്തെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഇതെല്ലാവർക്കും. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് ചെയ്തത്, വലിയ വലുപ്പത്തിൽ ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് ചെറുതായാലും കുഴപ്പമില്ലല്ലോ. കടയിൽ നമുക്കിത് നല്ല വലുതായിട്ടാണ് കിട്ടുക. നല്ല ടേസ്റ്റിയാണ്. ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കണം. റവ ഇടുമ്പോഴാണ് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് വരിക. പുറം ഭാഗം ക്രിസ്പിയും അകം ഭാഗം സോഫ്റ്റ് ആയിട്ടിരിക്കണം. 1 കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്, ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം മഞ്ഞൾപ്പൊടീൻ്റെ ടേസ്റ്റ്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം പൊടിക്കാതെ ആണെങ്കിൽ അങ്ങനെ ഇടാം. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തു, അതും വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാൻ ഒരു പഴത്തിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു പഴം കംപ്ലീറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതൊന്ന് മിക്സിയിലൊന്നും അടിക്കേണ്ട, നമ്മളിങ്ങനെ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് കുത്തിയെടുത്താൽ മതി. നന്നായിട്ട് അരയണ്ട, ചെറിയ ചെറിയ പീസസ് അതിലിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറിയ പീസസ് അതിലിരുന്നോട്ടെ, പ്രശ്നമാക്കണ്ട. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മളത് ഈ മാവിലേക്ക് മിക്സ് ചെയ്യണം. ഒരു പഴം കംപ്ലീറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിലേക്ക് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പഴം കംപ്ലീറ്റ് എടുക്കാതെ ഇരുന്നതാണ്. ഇനി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒഴിച്ചിട്ട് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ശർക്കരയാണ്. ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ശർക്കരയാണ് എടുത്തത്, 2 വലിയ ശർക്കര. അത് ഇളം ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് സമയം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണ പോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ, ബീറ്റർ വെച്ചിട്ടൊന്നുമല്ല, സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ശർക്കര കറക്റ്റാക്കി വേണം ചെയ്യാൻ. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു, അപ്പോൾ കുറവ് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കുറച്ചൊരു എയറൊക്കെ ഫോം ചെയ്യും, അപ്പോഴാണ് ഇത് ടേസ്റ്റി ആവുക. ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട് അവസാനം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കുക. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറോ അരമണിക്കൂറോ വെച്ചാൽ മതി, സമയത്തിനനുസരിച്ച്. എന്തായാലും മാവ് റെഡിയായ ഉടനെ തന്നെ ഉണ്ടാക്കാൻ പാടില്ല. ഒരു മണിക്കൂർ നേരത്തിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ചട്ടി വെച്ചു. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നാടൻ പലഹാരങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കോരിയിട്ട് കൊടുത്താൽ മതി. അത് ഇങ്ങനെ ഇട്ട് കൊടുത്താലും അത്യാവശ്യം ഉരുണ്ട് നല്ല ഷേപ്പിലായി വന്നോളും. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്ന് നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി വെക്കുക. കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നും വേവാതെ വരും. പുറം ഭാഗം എന്തായാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, കാരണം നമ്മൾ റവ ചേർത്തിട്ടുണ്ട്. റവ ചേർക്കുന്നതോടും കൂടിയാണ് നമ്മൾ 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. കാരണം റവ ഒന്ന് വെള്ളമൊക്കെ കുടിക്കും, ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കും. അപ്പം മാവ് ഒന്നുകൂടി കുറുകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും ശർക്കരപ്പാവോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ ഒഴിച്ചിട്ട് ഈ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ ഇടുമ്പോൾ കുറച്ച് ചെറുതായിരുന്നു, ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് വലുതായി വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം എല്ലാം ചെയ്യാൻ. ആദ്യത്തെ ട്രിപ്പ് റെഡി ആയി കഴിഞ്ഞു. നമ്മളത് കോരിയെടുക്കുകയാണ്. ഉണ്ടംപൊരി ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല വലുതായിരിക്കും. ഒരെണ്ണം കഴിച്ചാൽ തന്നെ വിശപ്പ് മാറുന്ന അത്രയും വലുതായിരിക്കും. അത് മാത്രമല്ല, അതിൻ്റെ പുറം ഭാഗം അങ്ങനെ കറുത്ത കളറായിരിക്കും. കറുത്ത കളർ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലിയ ഉണ്ടംപൊരി ആകുമ്പോൾ അതിൻ്റെ അകമൊക്കെ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം അത് എണ്ണയിൽ കിടക്കണം. അപ്പോൾ അകത്തൊക്കെ വെന്ത് വരുമ്പോഴേക്ക് പുറം ഭാഗം കറുത്ത കളറായി പോകുന്നതാണ്.
അത് ഉണ്ടംപൊരിയുടെ ഒരു കളർ തന്നെ അങ്ങനെയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അറിയാലോ, അകത്തൊക്കെ ശരിക്കും വെന്തിട്ടുണ്ടാവും, എന്നാൽ പുറം ഭാഗം കറുപ്പായിരിക്കും ചെയ്യും. കരിഞ്ഞിട്ടല്ല, അത് ഒരു കുറച്ചൊന്ന് കരിയാനുള്ള ഒരു പ്രവണത ആയി കാണും അതിന്. പക്ഷെ ഇവിടെ ഇപ്പോൾ അത് ഇല്ലാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതാണ്, തീരെ കുഞ്ഞായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എങ്ങനെയൊക്കെ മതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത്രയും ചെറുതായിട്ട് ചെയ്തത്. പിന്നെ മാത്രമല്ല, കടയിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ചട്ടി വെച്ചിട്ട് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഉണ്ടംപൊരി കഴിക്കും വേണം, എന്നാലും അത്രയും ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ടേസ്റ്റും ബാക്കി കാര്യങ്ങളൊന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണ തന്നെ ആകുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ റെഡി ആയി കഴിഞ്ഞു. ഞാനതൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ കണ്ടോ, അകത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്, നല്ല വേവുമായിട്ടുണ്ട്. എന്നാൽ പുറം നല്ല ക്രിസ്പിയാണ്, കാരണം നമ്മൾ റവ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ 4 മണി ചായൻ്റെ കൂടെ ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണിത്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.